സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യർക്ക് കൊടുത്ത സ്വർഗീയ സമ്മാനമാണ് കർത്താവായ യേശുക്രിസ്തു അഥവാ പുൽക്കൂട്ടിൽ ജനിച്ച ദിവ്യ ശിശു. വയനാട് ഇക്കഴിഞ്ഞ ജൂലൈ മാസം അതിദാരുണമായ ദുരന്തത്തിലൂടെ കടന്നുപോയ സന്ദർഭമാണ്. ഏതാണ്ട് 400ഓളം സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയും അനേകായിരം മനുഷ്യർക്ക് അപകടങ്ങളെ സംഭവിക്കുകയും ഭവനങ്ങളെ നശിക്കുകയും ജീവനോപാധികളായി ഇല്ലാതെയായി തീരുകയും ചെയ്ത മുണ്ടക്കൈ, മേപ്പാടി, ചൂരൽമല ദുരന്തം നമ്മുടെ നാടിനെയും രാഷ്ട്രത്തെയും ലോകത്തെയുമെല്ലാം നടുക്കിയ അതിദാരുണമായ ദുരന്തമാണ്. ആ ദുരന്ത ഭൂമിയിൽ KCBCയുടെ പ്രസിഡൻ്റായ അഭിവന്യ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് ബാവ തിരുമേനിയും ഇവിടെയുള്ള പിതാക്കന്മാരും കേരള സഭയിലെ മറ്റ് ശുശ്രൂഷകരും പോയി സന്ദർശിക്കുകയും അവർക്ക് താൽക്കാലികമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു. KCBCയുടെ ആഭിമുഖ്യത്തിൽ കേരള ഗവൺമെൻറ്റിനോട് ചേർന്ന് 100 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് സഭ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആ വീടുകളിൽ ഏതാനും വീടുകൾ ബത്തേരി രൂപതയുടെ ശ്രേയസിലൂടെ നിർമ്മിച്ചിട്ടുണ്ട്. മറ്റ് വീടുകൾ പല സ്ഥലങ്ങളിലായി KCBCയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണം ആരംഭിക്കുകയാണ്. ഈ മാസം 19-ാം തീയതി വൈകിട്ട് KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് ബാവ തിരുമേനിയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെയും JPD കമ്മീഷൻ്റെ ചെയർമാനുമായ ജോസ് പുളിക്കൽ പിതാവും മറ്റ് വൈദികരും ചേർന്ന് ആദ്യമായി നിർമ്മിച്ച 8 വീട്ടുകളുടെ താക്കോൽ ദാന കർമ്മവും പണിയുവാനായിട്ടുള്ള ഏതാനും ഭവനങ്ങളുടെ കല്ലുകൾ ആശീർവദിച്ച് കൊടുക്കുന്ന കർമ്മം നടക്കുകയാണ്. പിറ്റേ ദിവസം താമരശ്ശേരിയിലെ വിലങ്ങാടും ഇതുപോലെയുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുകയാണ്. തുടർന്ന് കോഴിക്കോട് രൂപതയുടെ ആഭിമുഖ്യത്തിലും മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലും 100 വീടുകൾ പണിഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ത്യാഗനിർഭരമായ ശുശ്രൂഷ കേരള കത്തോലിക്ക സഭ ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഈ ഭവന നിർമ്മാണത്തിനും അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ ഇപ്പോഴും ഉണ്ടായി ഈ സംരംഭത്തെ അനുഗ്രഹിക്കണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് യാചിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ എല്ലാവർക്കും സന്തോഷത്തോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.